എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഞാൻ നിങ്ങളെ ലണ്ടൻ ക്രിസ്മസിന്റെ വിശേഷങ്ങളും ലൈറ്റുകളും കാണിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിവിടുത്തെ ലൈറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ലണ്ടനിലെ ഹൈഡ് പാർക്കിലുള്ള വിന്റർ വണ്ടർലാൻഡിന്റെ പുറകുവശത്താണ്. ഇതിനകത്തെ വീഡിയോകൾ കാണിക്കാനാണെങ്കിൽ ഒരു 3 ലോങ് വീഡിയോ ചെയ്താലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ അത് കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. എന്നാലും അതിൻ്റെ പുറം കാഴ്ചകൾ നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാം എന്ന് കരുതി. വിന്റർ വണ്ടർലാൻഡിൽ വരാനാണെങ്കിൽ നിയറസ്റ്റ് ട്യൂബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലണ്ടൻ പാഡിങ്ടൺ ആണ്. അവിടുന്ന് ഒരു 12 മിനിറ്റ് നടന്ന് ഇവിടെ എത്താം. ഇത് എല്ലാ ദിവസവും ക്രിസ്മസ് ഡേ ഒഴികെ ഓപ്പൺ ആണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ടൈമിങ്. ഓഫ് പീക്ക് എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഇതിനുള്ളിലെ റൈഡുകൾക്ക് നമ്മൾ പേ ചെയ്യണം. എൻട്രി ആണെങ്കിലും റൈഡുകളാണെങ്കിലും മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം. ഐസ് സ്കേറ്റിംഗ് ആണ് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരു പ്രാവശ്യം സ്കേറ്റ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം വീഴുകയും ചെയ്തു. അതുകൊണ്ട് ഇനി മേലാൽ സ്കേറ്റിങ്ങിനില്ല എന്ന് പറഞ്ഞാണ് അന്ന് ഞാൻ മടങ്ങിയത്. എന്നാലും വിന്റർ വണ്ടർലാൻഡ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലേക്കാണ്. അവിടെ എത്താനായിട്ട് ഉള്ള നിയറസ്റ്റ് ട്യൂബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ബോണ്ട് സ്ട്രീറ്റ് ആണ്. അവിടെ ഇപ്രാവശ്യം ഞങ്ങൾ അധികം ലൈറ്റുകളൊന്നും സ്ട്രീറ്റിൽ കണ്ടില്ല. എന്നാലും അവിടുത്തെ ഷോപ്പുകളൊക്കെ അവർ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസാർഡ്സ് ആൻഡ് സ്പെൽസ് എന്ന് പറയുന്ന ഷോപ്പാണിത്. ഇത് കണ്ടോ, നന്നായിട്ടില്ലേ? ഇതുവഴി പോകുന്ന ആരും ഇതിനകത്തൊന്നും കയറാതിരിക്കില്ല. അതുപോലായിരുന്നു ഇവിടുത്തെ ഡെക്കറേഷൻസ്. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്സ് ആൻഡ് സ്പെൻസർ അങ്ങനെ ഷോപ്പുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞൻ സൈക്കിൾ റിക്ഷയാണ്. ഇത് ലൈറ്റൊക്കെ ഇട്ട് മ്യൂസിക്കും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്താണ് ഇവരിങ്ങനെ ഓടിക്കുന്നത്. ഇതൊരു കുഞ്ഞ് വണ്ടിയാണെങ്കിലും ഇതിന് ഒരു 10 മിനിറ്റ്സ് റൈഡിന് അവർ 50 പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് മാത്രമുള്ളൊരു വാഹനമാണ് കേട്ടോ.
അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എവർ ആഫ്റ്റർ ഗാർഡൻ കാണാനാണ്. അത് ഗ്രോസ്വെനർ സ്ക്വയറിലാണേ. അതിനടുത്തുള്ള സ്റ്റേഷൻ ബോണ്ട് സ്ട്രീറ്റും മാർബിൾ ആർച്ചുമാണ്. രണ്ടിടത്തുനിന്നും 5 മിനിറ്റ് ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു. ഇവിടെ എൻട്രി ഫ്രീ ആണ്. പക്ഷെ ഓപ്പണിംഗ് ടൈം 14 നവംബർ മുതൽ 18 ഡിസംബർ വരെ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് അവരെ പൂട്ടി കഴിഞ്ഞിരുന്നു. അവിടുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് ദ ഓൾഡ് ബോണ്ട് സ്ട്രീറ്റിലേക്കാണ്. ഇത് ലണ്ടൻ നഗരത്തിലെ ഒരു പേരുകേട്ട സ്ട്രീറ്റാണ്. ഇവിടെ മുഴുവൻ ഡിസൈനർ ഷോപ്സ് ആണ്. ഷനൽ, ഡിയോ, കാർട്ടിയർ അങ്ങനെയൊക്കെ പറഞ്ഞ ഷോപ്പുകളൊക്കെ ഉള്ളത് ഇവിടെയാണ്. അവിടുത്തെ ഡെക്കറേഷൻസ് ആണ് ഇനി ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്.
അടുത്ത് ഞങ്ങൾ പോയത് വെല്ലിംഗ്ടൺ ആർക്കേഡിൻ്റെ ഡെക്കറേഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിനകത്തൂടെ പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് ഫോർട്ട്നം ആൻഡ് മേസന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറ്. അത് കാണിക്കാട്ടോ. ഇത് കണ്ടോ, ഇതൊരു അഡ്വന്റ് കലണ്ടർ പോലെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. ഈ വർഷത്തെ കാഴ്ചകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതും എവർ ആഫ്റ്റർ ഗാർഡനുമാണ്. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് ലൈറ്റുകൾ കാണാനുണ്ട് ലണ്ടനിൽ. പക്ഷേ സമയപരിധി മൂലം ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. റീജന്റ് സ്ട്രീറ്റിലും കെൻസിങ്ടണിലും നൈറ്റ്സ് ബ്രിഡ്ജിലും ഒക്കെ ഒരുപാട് ലൈറ്റുകളുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ എന്താണേലും അങ്ങോട്ട് പോകുന്നില്ല. ഇത്രയും കാഴ്ചകളായപ്പോഴേക്കും മക്കൾ ഒരുമാതിരി ടയേർഡായി കഴിഞ്ഞിരുന്നു. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്ത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങും അതിനകത്തെ ചെറിയ കാഴ്ചകളും കൂടെ കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് മടങ്ങുവാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻ്റായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.